الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فهو المهتد ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على رسولك سيدنا محمد وآل سيدنا محمد اللهم بارك على سيدنا محمد وآل سيدنا ومولانا وحبيبنا ومنجينا وهادينا ومرشدنا وشفيعنا وإمامنا وقدوتنا وقرة أعيننا محمد كما صليت وباركت على خليلك إبراهيم وآل خليلك إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم مرج البحرين يلتقيان بينهما برزخ لا يبغيان فبأي آلاء ربكما تكذبان يخرج منهما اللؤلؤ والمرجان. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും പുലർത്തി വിശുദ്ധിയോടെ ജീവിക്കാൻ ശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും മുത്തഖികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മുഹറം മാസമാണ്. ഇന്ന് മുഹറം 4. ഒരു 1500 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നാം നമ്മുടെ ചിന്തയെ കൊണ്ടുപോയാൽ ഈ ദിവസങ്ങളിൽ അവിടെ ചില കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകന്റെ പൗത്രൻ ഫാത്തിമ ബീവിയുടെ മകൻ ഇമാം ഹുസൈൻ അലൈഹിസ്സലാത്തു വസ്സലാം ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് കർബലയിലാണ്. കർബല എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖിലെ കൂഫയ്ക്കടുത്ത ഒരു സ്ഥലമാണ്. എങ്ങനെയാണ് ഇമാം ഹുസൈനും കൂടെ ഉള്ളവരെന്ന് പറഞ്ഞാൽ കുടുംബക്കാർ മാത്രമാണ്. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാവരും ആ കുടുംബത്തിലുള്ള ആളുകൾ 72 പേരുണ്ട്. അവരൊന്നിച്ചാണ് കർബലയിലേക്ക് പോകുന്നത്. എന്താണ് കർബലയിൽ അവരെത്തിപ്പെടാൻ കാരണം? എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. റസൂല് വഫാത്തായിട്ട് 50 വർഷം മാത്രമേ തികഞ്ഞിട്ടുള്ളൂ കേട്ടോ. റസൂല് മരണപ്പെട്ടിട്ട് 50 വർഷമായിട്ടേ ഉള്ളൂ, ദീർഘകാലമൊന്നും ആയിട്ടില്ല. 1500 വർഷങ്ങൾക്ക് ഇപ്പുറത്താണ് നമ്മൾ ഈ കഥ പറയുന്നത്. അപ്പോൾ അക്കാലത്തെക്കുറിച്ച് നമ്മൾ ഓർക്കണം. റസൂലുള്ള വഫാത്തായിട്ട് 50 വർഷം കഴിഞ്ഞ സന്ദർഭം സഹാബികളിൽ പലരും ജീവിച്ചിരിക്കുന്നുണ്ട്. സഹാബികളുടെ ശിഷ്യന്മാരായിട്ടുള്ള പലരുമുണ്ട്, മഹാപണ്ഡിതന്മാരുണ്ട്. ഇവരൊക്കെ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് റസൂലുള്ളാഹിന്റെ പൗത്രൻ കർബലയിലേക്ക് പുറപ്പെടുന്നതിന്റെ കാരണം മറ്റൊന്നുമല്ല, റസൂലുള്ളാഹിന്റെ പേരിൽ അധികാരത്തിൽ വാഴുന്ന ഭരണാധികാരി സമൂഹത്തോടും സംസ്കാരത്തോടും ചെയ്യുന്ന അനീതി അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടാനാണ് റസൂലുള്ളാഹിന്റെ പൗത്രൻ മദീനയിൽ നിന്ന്, മക്കയിൽ നിന്ന് ഉള്ള ആളുകളെയൊക്കെ കൂട്ടി കർബലയിലേക്ക് പോകുന്നത്. കർബലയിലേക്കല്ല പോകുന്നത്, കൂഫയിലേക്കാണ്. കർബല എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവിടെ തങ്ങേണ്ടി വന്നു. പ്രവാചകന്റെ സന്ദേശങ്ങളെ കുറിച്ച് നമുക്കറിയാം. അത് സ്നേഹം, കാരുണ്യം, ഉൾക്കൊള്ളൽ, വിട്ടുവീഴ്ച തുടങ്ങിയ മൂല്യങ്ങളിലായിരുന്നു റസൂലുള്ളാഹി ശ്രദ്ധിച്ചിരുന്നത്. എല്ലാവരെയും ഉൾക്കൊള്ളാൻ, എല്ലാവരെയും ആദരിക്കാൻ, എല്ലാ ദർശനങ്ങളെയും സമഭാവേന വീക്ഷിക്കാനൊക്കെയാണ് റസൂല് നമ്മെ പഠിപ്പിച്ചത്, ലോകത്തെ പഠിപ്പിച്ചത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായി മുആവിയ ഒരു സംസ്കാരം ഉണ്ടാക്കി. മുആവിയ എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹം ഒരു സഹാബിയാണ് എന്ന് എഴുതി വെച്ച ചരിത്രമാണ് പലപ്പോഴും നമുക്കൊക്കെ ഓർമ്മ വരിക. കർബലയെക്കുറിച്ചും ഇമാം ഹുസൈനെ കുറിച്ചും പറയുമ്പോൾ മുആവിയയെ കുറിച്ച് പറയാതെയും പഠിക്കാതെയും യാതൊരു നിർവാഹവുമില്ല. മുആവിയ ഒരിക്കലും സഹാബിയായിട്ടില്ല.
ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് മുആവിയ ഒരിക്കലും സഹാബിയായിട്ടില്ല. മറിച്ച് ഫതഹ് മക്കയുടെ സമയത്ത് മുഹമ്മദ് നബി മക്കയിൽ വന്നപ്പോൾ ഇനി മറ്റൊരു വഴിയില്ലെന്ന് ബോധ്യമായ സമയത്ത് നാട് വിട്ടോടിപ്പോയവന്റെ പേരാണ് മുആവിയ. അങ്ങനെ ജിദ്ദ കടപ്പുറത്ത് വെച്ച് തന്റെ ഭാര്യ പിടിച്ചു വലിച്ചു കൊണ്ടുവന്ന് റസൂലിന്റെ മുന്നിൽ നിർത്തുകയും എന്നിട്ട് മാപ്പിനപേക്ഷിക്കുകയും ചെയ്തു. ഭാര്യയോട് മുആവിയ പറഞ്ഞൊരു വാക്കുണ്ട്, മുഹമ്മദിന്റെ കീഴിൽ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഏതെങ്കിലും നാട്ടിൽ അടിമയായി ജീവിക്കലാണ്. ഇതാണ് റസൂലിനോടുള്ള മുആവിയയുടെ എക്കാലത്തെയും നിലപാട്. അങ്ങനെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി തിരികെ വന്ന് റസൂലിന്റെ മുന്നിൽ ഇസ്ലാം സ്വീകരിക്കുന്നതായിട്ട് അഭിനയിക്കുകയും എന്നിട്ട് പിന്നീട് അങ്ങോട്ട് പ്രവാചകനോടും പ്രവാചകന്റെ അധ്യാപനങ്ങളോടും കടുത്ത വഞ്ചന കാണിക്കുകയും ചെയ്തയാളുടെ പേരാണ് മുആവിയ. മുആവിയ മാത്രമല്ല, മുആവിയയുടെ പിതാവായിട്ടുള്ള അബൂ സുഫിയാന്റെയും ചരിത്രം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നീട് കുറച്ചു കാലങ്ങൾക്ക് ശേഷം മുആവിയ പ്രവാചകന്റെ നേർ ശിഷ്യന്മാരെയൊക്കെ പിന്തള്ളി കുതന്ത്രങ്ങളാൽ മുന്നിൽ വരികയും അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന്റെ നേതൃത്വം തന്റെ കൈകളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതിനെ ആരെയൊക്കെ കൊല്ലേണ്ടതുണ്ടോ അവരെയൊക്കെ കൊന്നു, ആരെയൊക്കെ പ്രലോഭിപ്പിച്ച് തന്റെ കൂടെ നിർത്തേണ്ടതുണ്ടോ അവരെയൊക്കെ കൂടെ നിർത്തി, ആരെയൊക്കെ അരികവൽക്കരിക്കേണ്ടതുണ്ടോ അങ്ങനെയുള്ളവരൊക്കെ അരികവൽക്കരിച്ചു, ആർക്കൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുക്കേണ്ടതുണ്ടോ അവർക്കൊക്കെ സ്ഥാനമാനങ്ങൾ കൊടുത്തു. ഇങ്ങനെ ഇന്നത്തെ ഏത് രാഷ്ട്രീയക്കാരനും തോറ്റുപോകുന്ന വിധത്തിലുള്ള കുതന്ത്രങ്ങളുടെ ആചാര്യനും ആശാനുമായിരുന്നു മുആവിയ ബിൻ അബി സുഫിയാൻ. അങ്ങനെയാണ് മുആവിയ ഗവർണറാകുന്നത്, പിന്നീട് സ്വതന്ത്ര ഭരണാധികാരിയായി സ്വയം ചമയുന്നത്, പിന്നീട് സ്വയം രാജാവായിട്ട് അന അവ്വലുൽ മുലൂക്ക്, ഞാനാണ് ആദ്യത്തെ ഭരണാധികാരി എന്ന് മുആവിയ പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം നമുക്ക് കാണാൻ കഴിയുന്നത് അന്നത്തെ ഖലീഫയായ അലി ഇബ്നു അബി താലിബ് അലൈഹിസ്സലാത്തു വസ്സലാമിനോട് യുദ്ധം പ്രഖ്യാപിക്കുകയും ആയിരക്കണക്കിന് ആളുകളെയും കൊന്നു തള്ളുന്നതാണ്. അതിനുശേഷം അവസാനം തെമ്മാടിയായ, ഒന്നിനും കൊള്ളാത്ത, മദ്യപനായ, കൃത്യമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിവില്ലാത്ത, സുഖലോലുപനായ തന്റെ മകൻ യസീദിനെ സിംഹാസനത്തിലേക്ക് നയിക്കുകയാണ് മുആവിയ ചെയ്തത്. അന്ന് അവിടെ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? അന്ന് പ്രവാചകന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ പലരും അവിടെയുണ്ട്. പ്രഗത്ഭരായ പല ചെറുപ്പക്കാരും ഉണ്ട്. അബ്ദുല്ലാഹിബിൻ അബ്ബാസിനെ പോലെ, അബ്ദുല്ലാഹിബിൻ ഉമറിനെ പോലെ, അബ്ദുല്ലാഹിബിൻ സുബൈറിനെ പോലെ, ഹുസൈൻ ബിൻ അലിയെ പോലെ പല ആളുകളും ഉണ്ടായിട്ടും അവരെയൊന്നും പരിഗണിക്കാതെ അവരെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്ത് തെമ്മാടിയായി വഴിയിൽ കള്ളുകുടിച്ച് വീണുകിടക്കുന്ന പലതവണ പല അനാശാസ്യങ്ങളിൽ ഏർപ്പെട്ട് കുപ്രശസ്തി നേടിയ തന്റെ മകൻ യസീദിനെ സിംഹാസനത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് മുആവിയ മരണപ്പെടുന്നത്. ആ യസീദിന്റെ അക്രമ ഭരണത്തെക്കുറിച്ച് അയാളെ ബോധവൽക്കരിക്കാനും ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാനുമാണ് പ്രവാചകന്റെ പ്രിയപ്പെട്ട പൗത്രൻ കൂഫയിലേക്ക് പോകുന്നത്, കർബലയിലേക്ക് പോകുന്നത്. അദ്ദേഹം ഒരിക്കലും ഭരണം ആഗ്രഹിച്ചിരുന്നില്ല. ഇതെനിക്ക് കിട്ടേണ്ടതാണ്, അതുകൊണ്ട് എനിക്ക് ഭരണം വേണമെന്ന് ഹുസൈൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. എനിക്ക് രാജാവാകണമെന്ന് എവിടെയും ആവശ്യപ്പെട്ടിട്ടില്ല. മറിച്ച് ജനങ്ങളോടും സമൂഹത്തോടും സംസ്കാരത്തോടും പ്രവാചക അധ്യാപനങ്ങളോടും കാണിക്കുന്ന അനീതിയും അന്യായവും അവസാനിപ്പിക്കണമെന്ന് മാത്രമാണ് ഹുസൈൻ ആവശ്യപ്പെട്ടത്. അതിന് എനിക്ക് യസീദിനെ കണ്ട് സംസാരിക്കണം, യസീദിനോട് പറയണം. പക്ഷെ യസീദ് ഹുസൈന്റെ സാന്നിധ്യം ഭയപ്പെട്ടു. ഒരിക്കലും തന്റെ മുന്നിലേക്ക് ഹുസൈൻ വരരുത് എന്ന് യസീദ് വാശി പിടിച്ചു. ഇമാം ഹുസൈൻ പറഞ്ഞു, എനിക്ക് യസീദിനെ കണ്ടാൽ മതി, അവനോട് ചില കാര്യങ്ങൾ എനിക്ക് പറയണം, മുഖത്ത് നോക്കി പറയണം, ചില കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടണം, എനിക്ക് യസീദിന്റെ മുൻപാകെ ചെല്ലണം. ഈ ഒരു ആവശ്യം മാത്രമാണ് ഇമാം ഹുസൈൻ ആവശ്യപ്പെട്ടത്, മുന്നോട്ട് വെച്ചത്. മറ്റൊന്നും മുന്നോട്ട് വെച്ചില്ല, എനിക്ക് യസീദിനെ കണ്ടു പറയണം. പക്ഷേ തന്റെ മുന്നിലേക്ക് ഹുസൈൻ ഒരിക്കലും എത്തിപ്പെടരുത് എന്ന് ഭീരുവായ യസീദ് നിർദ്ദേശിച്ചു. നിങ്ങൾ ആരോട് വേണമെങ്കിലും സംസാരിച്ചോളൂ, ഏത് ഉദ്യോഗസ്ഥനോടും സംസാരിക്കാം. ഇമാം ഹുസൈൻ പറഞ്ഞു, ഉദ്യോഗസ്ഥരോട് എനിക്ക് സംസാരിക്കേണ്ടതില്ല, കാരണം ഉദ്യോഗസ്ഥരല്ല ഇവിടെ ഭരിക്കുന്നത്, ഇവിടെ ഭരിക്കുന്നത് യസീദാണ്. അതുകൊണ്ട് എനിക്ക് യസീദിന്റെ മുൻപാകെ എത്തണം. ഈ ഒരു ആവശ്യം മുന്നോട്ട് വെച്ചതിന്റെ കാരണത്താലാണ് ഇമാം ഹുസൈന് നേരെ യസീദിന്റെ കിങ്കരന്മാർ ഓടിയെടുത്തത്. അങ്ങനെയാണ് ഇമാം ഹുസൈൻ കർബലയിൽ കൊല്ലപ്പെടുന്നത്. നമ്മൾ ഓർക്കേണ്ടത്, പ്രവാചകൻ വഫാത്തായിട്ട് 50 വർഷങ്ങൾക്കകം
പ്രവാചകന്റെ പ്രിയപ്പെട്ട പൗത്രൻ. ഈ പൗത്രനെയാണല്ലോ റസൂൽ എടുത്ത് വളർത്തിയത്. നമ്മളൊക്കെ പലപ്പോഴും വളരെ ഇമോഷണൽ ആയിട്ട് ചില കഥകളൊക്കെ കേൾക്കാറുണ്ടല്ലോ. റസൂല് ഖുത്ബ പറയുമ്പോൾ കുട്ടികൾ വന്നു, ഇമാം ഹുസൈൻ വന്നു. ഹുസൈൻ എന്ന് പറയുന്നത് ചെറിയ കുട്ടിയാണ്, 6 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോ റസൂല് മെമ്പറിൽ നിന്ന് ഇറങ്ങി, എന്നിട്ട് കുട്ടിയെ എടുത്തു കൊണ്ടുവന്ന് തോളിലിരുത്തിയിട്ട് ഖുത്ബ പൂർത്തിയാക്കി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ നമ്മൾ കേട്ടിട്ട് കരയും, പറയുന്നവനും കരയും. അതുപോലെ റസൂല് സുജൂദ് ചെയ്യുമ്പോൾ റസൂലിന്റെ പെരടിയിൽ കയറിയിരുന്നു, എന്നിട്ട് അവർ ഇറങ്ങിപ്പോകുന്നത് വരെ റസൂല് കാത്തുനിന്നു എന്നൊക്കെ നമ്മൾ പറയും. ഈ പറയുന്നതൊക്കെയും വൈകാരികമായി നമ്മൾ കേൾക്കും. ഈ പറയുമ്പോഴും കേൾക്കുമ്പോഴുള്ള വൈകാരികത മാത്രമേ ഉള്ളൂ, ചരിത്രബോധം നമുക്കില്ല. നമ്മൾ അതേക്കുറിച്ച് പഠിക്കുകയുമില്ല. ഈ ഹുസൈനാണ്, അതേ ഹുസൈൻ. ഈ ഹുസൈനെ കൊന്നിട്ട് തല അറുത്തെടുത്തിട്ട് കൂഫയിൽ നിന്ന്, കർബലയിൽ നിന്ന് സിറിയയിലെ ഡമാസ്കസ് വരെ റോഡിലൂടെ റോഡ് ഷോ നടത്തി. ആലോചിക്കാൻ പറ്റും? ഇന്ന് ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ, എത്രയും വൃത്തികെട്ട ഭരണാധികാരി പോലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിന്റെ പേരക്കുട്ടി. എന്നിട്ട് ഈ തലയുമായിട്ട് റോഡ് ഷോ നടത്തിയിട്ട് കൊട്ടാരത്തിൽ ചെന്ന് ഒരു താലത്തിൽ ഈ തല വെച്ച്, ഉയരത്തിൽ വെച്ച്, തന്റെ കയ്യിലെ ചെങ്കോല കൊണ്ട് ഈ ചുണ്ടിലിങ്ങനെ, ആ തലയിൽ ഇങ്ങനെ അടിച്ചു കളിക്കുമ്പോൾ ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞുപോയി, അതേതാണ് തലയെന്ന് നിനക്കറിയാമോ? ആദരവായ റസൂൽ ആ ചുണ്ടിൽ ചുംബിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പ്രവാചകൻ ചുംബിച്ച ചുണ്ടാണത്. ആ ചുണ്ടിലാണ് നീ നിന്റെ വടി കൊണ്ട് കുത്തിക്കളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ മനുഷ്യരെ കൊന്നുകളഞ്ഞവന്റെ പേര് യസീദ്. നമ്മൾ ഓർക്കണം. എന്നിട്ട് ഈ യസീദിനെ പുകഴ്ത്തുന്നു നമ്മൾ. ഈ യസീദിനെ ഭരണത്തിലേക്ക് എത്തിച്ച മുആവിയെ മഹത്വപ്പെടുത്തുന്നു നമ്മൾ. ആലോചിച്ച് നോക്കൂ. ഒരുപക്ഷെ നമ്മുടെ വിവരക്കേട് അല്ലെങ്കിൽ നമ്മുടെ ഇരട്ടത്താപ്പ് ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത്? ഇന്നാണ് നടക്കുന്നതെങ്കിൽ നമ്മുടെ ആരുടെ കൂടെ നിൽക്കും? യസീദിന്റെ കൂടെയോ ഹുസൈന്റെ കൂടെയോ? മുആവിയയുടെ കൂടെയോ അലിയുടെ കൂടെയോ? ആരുടെ കൂടെ നിൽക്കുമെന്ന ചോദ്യത്തിന് നിങ്ങൾ മനസ്സിൽ ഉത്തരം പറഞ്ഞാൽ മതി. എന്നിട്ട് ചരിത്രത്തെ നമ്മൾ സമീപിക്കണം. റസൂലുള്ള എടുക്കുകയും വളർത്തുകയും കളിപ്പിക്കുകയും സ്വർഗത്തിലെ നായകരാണെന്ന് വിശേഷിപ്പിക്കുകയും ലോകത്തിന്റെ വെളിച്ചമാണെന്ന് സർട്ടിഫൈ ചെയ്യുകയും ചെയ്ത ചെറുപ്പക്കാരൻ തന്റെ 56-ാമത്തെ വയസ്സിൽ പ്രവാചകൻ വഫാത്തായിട്ട് 50 വർഷം തികയുന്ന ഘട്ടത്തിൽ നീതിക്ക് വേണ്ടി പോയിട്ട് കൊന്നുകളയുകയും എന്നിട്ട് ആ ജനാസയോട് പോലും അന്യായവും അക്രമവും കാണിക്കുകയും ചെയ്ത ഭരണാധികാരി. എന്നിട്ട് ആ ഭരണാധികാരിയെ മഹത്വപ്പെടുത്തുന്ന ചരിത്ര പുസ്തകങ്ങൾ അത് നമ്മൾ ദർസുകളിൽ പഠിപ്പിക്കുന്നു, കോളേജുകളിൽ പഠിപ്പിക്കുന്നു, വഴന്ന് പറയുന്നു. എന്നിട്ട് മുആവിയ വലിയ സഹാബിയാണെന്ന് പറയുന്നു. ഓർത്തു നോക്കൂ, ഇതിലൊരു നീതി കേടില്ലേ? ഏറ്റവും ചുരുങ്ങിയത് അതെങ്കിലും ഓർക്കണ്ടേ? ഇസ്ലാമിക സംസ്കൃതിയോടും മുഹമ്മദ് നബിയുടെ അധ്യാപനങ്ങളോടും ആ കുടുംബവും ആ ആളുകളും ചെയ്ത അനീതിയെക്കുറിച്ച് പറയാനെങ്കിലും ഓർക്കാനെങ്കിലുമുള്ള തന്റെ ഇടം നമുക്ക് വേണ്ടേ? ആർജവം നമുക്ക് വേണ്ടേ? അതിനല്ലേ ഈമാൻ എന്നൊക്കെ പറയുന്നത്. ഇതെപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക? ഇത് മനസ്സിലാക്കിയ ആളുകളുണ്ട് ലോകത്ത്. നിങ്ങൾ നോക്കൂ, വള്ളത്തോൾ നാരായണ മേനോൻ എന്ന് പറയുന്ന കേരളത്തിലെ ഒരു മഹാകവി പാടി, ഹാ ഹുസൈൻ തിരുമേനി തൻ ചോരയാൽ ചാലിച്ചെഴുതിയ കർബല ഭൂമിയിൽ മാഞ്ഞു പോകാത്തൊരു ധർമ്മത്തിൻ മുദ്രകൾ മാനവലോകത്തെ എന്നും നയിച്ചിടും. ഞാൻ ചോദിക്കുന്നു, മുസ്ലിം സമൂഹമേ, ഈ വള്ളത്തോൾ നാരായണ മേനോൻ മനസ്സിലാക്കിയ കർബലയുടെ ചരിത്രത്തിന്റെ അംശമെങ്കിലും മനസ്സിലാക്കാൻ നിങ്ങൾ ആർജവം കാണിക്കുമോ? ബാക്കിയൊക്കെ പോട്ടെ. കുഞ്ഞുണ്ണി മാഷ് പാടി, തലപോയാലും നിലപോകാത്തവൻ അതാണ് ഹുസൈൻ, അധർമ്മത്തിന് മുന്നിൽ തലവണങ്ങാത്തവൻ അതാണ് ഹുസൈൻ. കുഞ്ഞുണ്ണി മാഷ് എഴുതി. DC ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകളിൽ ഈ കവിതയുണ്ട്. തലപോയാലും നിലപോകാത്തവന്റെ പേരാണ് ഹുസൈൻ, അധർമ്മത്തിന് മുന്നിൽ തലവണങ്ങാത്തവന്റെ പേരാണ് ഹുസൈൻ. നമ്മളെപ്പോഴാണ് മനസ്സിലാക്കുക? കുഞ്ഞുണ്ണി മാഷും വള്ളത്തോളും ഒക്കെ മനസ്സിലാക്കിയ ആ സംഗതി ഉണ്ടല്ലോ. ധർമ്മബോധൻ എന്ന ബോധേശ്വരൻ എന്ന് പറയുന്ന ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഉണ്ടായിരുന്നു കേരളത്തിൽ. അദ്ദേഹം വലിയ കവിയും കൂടിയാണ്. അദ്ദേഹം നീതിക്കും സത്യത്തിനും വേണ്ടി നിലകൊണ്ട ഒരു മഹാത്മാവാണ്. അദ്ദേഹം എഴുതി, അധർമ്മത്തിൻ ചെങ്കോൽ തകർത്തു കളയുവാൻ ശിരസ്സു നൽകിയ ധന്യനാം വീരനെ, കർബല തന്നിലെ രക്തസാക്ഷിത്വമേ നിന്നാമമെന്നും ജ്വലിച്ചു നിൽക്കും. ബോധേശ്വരന്റെ ദേശീയ ആത്മീയ കവിതാ സമാഹാരം എന്ന പുസ്തകത്തിൽ അത് എഴുതിയിരിക്കുന്നു. അധർമ്മത്തിൻ ചെങ്കോൽ തകർത്തു കളയുവാൻ ശിരസ്സു നൽകിയ ധന്യരാം വീരനെ, കർബല തെന്നിലെ രക്തസാക്ഷിത്വമേ നിന്നാമം എന്നും ജ്വലിച്ചു നിൽക്കും. ഇതൊന്നും എഴുതിയത് മുസ്ലിങ്ങളല്ലെന്ന് ഓർക്കണം. ഇതൊക്കെ എഴുതിയത് കർബലയെ കുറിച്ച് പഠിക്കാൻ മനസ്സ് കാണിച്ച, കർബല എന്ന ഇതിഹാസ ചരിത്രത്തെ ക്യാൻവാസിലേക്ക് കൊണ്ടുവന്ന ഒരാളുടെ പേര് മുൻഷി പ്രേംചന്ദ് എന്നാണ്. മുൻഷി പ്രേംചന്ദ് കർബലയെ കുറിച്ചൊരു പുസ്തകം എഴുതി, നാടകം എഴുതി. എന്നിട്ട് അതിന്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതി, ഇത്രയും കാലം കർബലയെ കുറിച്ച് മുസ്ലിം പണ്ഡിതന്മാരാരെങ്കിലും എഴുതുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു.
പക്ഷേ ആരും എഴുതി കണ്ടില്ല. ഞാൻ പല മുസ്ലിം പണ്ഡിതന്മാരോടും പറഞ്ഞു, നിങ്ങൾ കർബലയെ കുറിച്ച് എഴുതണം. പക്ഷേ അവർ മുഖം തിരിച്ചു. അവർ എന്തിനെയോ ഭയപ്പെടുന്നത് പോലെ. ഇനി എനിക്ക് കാത്തു നിൽക്കാൻ നേരമില്ല, ഇനി ഞാൻ എഴുതുന്നു കർബലയെ കുറിച്ച്. അങ്ങനെ മുൻഷി പ്രേംചന്ദ് കർബലയെ കുറിച്ച് എഴുതി. ഒരു മുസ്ലിം പണ്ഡിതനും കർബലയെ കുറിച്ച് എഴുതാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് അത് അദ്ദേഹം അതിന്റെ ആമുഖത്തിൽ എഴുതിയിരിക്കുന്നു. ഓർത്തു നോക്കൂ, നാം എവിടെയാണ് നിൽക്കുന്നത്. ഉള്ളൂർ എഴുതി, ഉള്ളൂർ പരമേശ്വരയ്യർ എന്ന മലയാളത്തിന്റെ ഭക്തകവി എഴുതി, ധർമ്മത്തിനായി തനയരെയും കൂട്ടി കർബല മണൽ ചോര ചിന്തിയോൻ ഹുസൈൻ, അധർമ്മത്തിൻ വാളുകൾ ഒടിഞ്ഞു വീഴും അചഞ്ചലമാത്മബലത്തിൻ മുൻപിൽ. ഉള്ളൂരിന്റെ ചിത്രശാല എന്ന കവിതയിൽ ഇത് എഴുതിയിരിക്കുന്നു. ഉള്ളൂർ മനസ്സിലാക്കിയ, വള്ളത്തോൾ മനസ്സിലാക്കിയ, കുഞ്ഞുണ്ണി മാഷ് മനസ്സിലാക്കിയ, ഇടശ്ശേരി മനസ്സിലാക്കിയ. ഇടശ്ശേരി എഴുതി, അധികാരഗർവിൻ കരിങ്കൽ കോട്ടകൾ അടിയറവ് പറയും ഹുസൈൻ തൻ മുമ്പിൽ, ആയുധബലമല്ല ആത്മബലമത്രേ ആ മണലാരണ്യത്തിൽ ജ്വലിച്ചു നിന്നത് എന്ന് ഇടശ്ശേരി എഴുതി. ഇവരൊക്കെ എഴുതിയ നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്കരൻ മാഷ്, നമ്മുടെ കായലരികത്തും പിന്നെ ഒരു പുഷ്പമൊക്കെ എഴുതിയ ഭാസ്കരൻ മാഷ് എഴുതി, തുള്ളിവെള്ളം തരാത്തൊരു പാതകർ ചുറ്റും വാളുകൾ ഓങ്ങി നിന്നെങ്കിലും സത്യത്തിൻ നെടും തൂണായി നിന്നുതീ കർബലയിലെ പുണ്യപ്രകാശമേ. പുണ്യപ്രകാശത്തെ കുറിച്ച് ഇവരൊക്കെ മനസ്സിലാക്കി, നമ്മളാരും മനസ്സിലാക്കിയില്ല. കർബല മദ്രസയെ പഠിപ്പിച്ചോ? കർബല പഠിപ്പിച്ചോ? എത്രയെത്ര താരീഖ് പുസ്തകങ്ങളുണ്ട്. ഏതൊക്കെ ക്ലാസ്സിൽ താരീഖുണ്ട്? ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു സംഘടനയുടെ പാഠപുസ്തകത്തിൽ കർബല എന്നൊരു അധ്യായമുണ്ടോ? എന്തേ മദ്രസയിൽ ഓർക്കാൻ പറ്റാത്ത പേരാണോ ഹുസൈൻ? അത്രയും മോശപ്പെട്ട പേരാണോ ഹുസൈൻ? ഈ പാഠപുസ്തകങ്ങളൊക്കെ തയ്യാറാക്കിയ മുല്ലമാര് മറുപടി പറയണം. എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മദ്രസയിലെ പാഠപുസ്തകങ്ങളിൽ താരീഖ് പുസ്തകത്തിൽ ഇമാം ഹുസൈനെ പറയുന്നില്ല? എന്തുകൊണ്ട് കർബല പഠിപ്പിക്കുന്നില്ല? കർബല പഠിപ്പിക്കാൻ പറ്റില്ല. കാരണം ഈ കൃത്രിമമായ മതത്തിന്റെ തമ്പുരാൻ മുആവിയയുടെയും അവന്റെ മകൻ തമ്മാടിയായ യസീദിന്റെയും ഉള്ളുകള്ളികൾ പുറത്തു വരും. കുട്ടികൾ ചോദിക്കും, എന്തിനാണ് ഇമാം ഹുസൈൻ കൊല്ലപ്പെട്ടതെന്ന് ചോദിക്കും. അതിന് മറുപടി പറയാൻ കഴിയില്ല. നമ്മുടെ മദ്രസയിൽ ഇന്നേ വരെ കർബല കയറിയിട്ടില്ല, കർബല പഠിപ്പിച്ചിട്ടില്ല. ഉള്ളൂർ എഴുതി, വള്ളത്തോൾ എഴുതി, കുഞ്ഞുണ്ണി മാഷ് എഴുതി, ഭാസ്കരൻ മാഷ് എഴുതി, ബോധേശ്വരൻ എഴുതി, എല്ലാവരും എഴുതി, മുൻഷി പ്രേംചന്ദ് എഴുതി. അതുപോലെ പിന്നെ ജോഷ് മലിഹാബാദി എന്ന് പറയുന്ന ഹിന്ദി കവി പറഞ്ഞു, ഇൻസാൻ കോ ബേദാർ തോ ഹോ ലേനെ ദോ ഹർ ഖൗം പുകാരേഗി ഹമാരേ ഹേ ഹുസൈൻ, ഹമാരേ ഹേ ഹുസൈൻ. കർബലയുടെ സത്യം അറിഞ്ഞിരുന്നെങ്കിൽ മതജാതി ഭേദമന്യേ സകലരും പറയുമായിരുന്നു, ഹമാരേ ഹേ ഹുസൈൻ, ഹുസൈൻ നമ്മുടേതാണെന്ന് പറയുമായിരുന്നു. ഇത് പക്ഷേ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. 1500 കൊല്ലങ്ങൾക്ക് ഇപ്പുറവും കർബല നമ്മുടെ വിഷയമേ അല്ല. ഇപ്പോഴും നമ്മുടെ വിഷയം പുതുമുറിയുന്ന കാര്യങ്ങൾ എത്ര എന്നാണ്. ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പുതുമുറിയുന്ന കാര്യങ്ങൾ എത്ര, നിസ്കാരം ബാത്തിലാകുന്ന കാര്യങ്ങൾ എത്ര, എങ്ങനെ ഏത് വോയിസിൽ ശബ്ദം കേട്ടാലാണ് പുതുമുറിയുക എന്നൊക്കെയാണ് നമ്മൾ ഇപ്പോഴും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഡെസിബൽ എത്രയായിരിക്കണം എന്നാണ് നമ്മൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നാണം കെട്ട വർത്തമാനങ്ങൾ നമ്മൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മൾ മുആവിയയെ കുറിച്ച് മഹത്വപ്പെടുത്തും. എന്നിട്ട് പറയും ഹുസൈൻ റസൂലുള്ളാഹിനോട് നമുക്ക് വലിയ മഹബത്തുണ്ടെന്ന് നമ്മൾ പറയുകയും ചെയ്യും. എവിടെയാണ് ഉള്ളത്? ഖുർആനിൽ ഇമാം ഹുസൈനെ പറഞ്ഞത് എങ്ങനെയാണെന്ന് അറിയാമോ? മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ. മറജൽ ബഹ്റൈനി യൽതഖിയാൻ, രണ്ട് സമുദ്രങ്ങൾ ഒന്നാകും. രണ്ട് സമുദ്രങ്ങൾ, ഒന്ന് ഫാത്തിമയാണ്, ഒന്ന് അലിയാണ്. മർജൽ ബഹ്റൈനി യൽതഖിയാൻ, രണ്ട് സമുദ്രങ്ങൾ ഒന്നാകും. എന്നിട്ട് യഖ്റുജു മിൻഹുമൽ ലുഅ്ലുഉ വൽ മർജാൻ, അതിൽ നിന്ന് ലുഅ്ലുഉം മർജാനും പുറപ്പെടും. അത് ഹസനും ഹുസൈനുമാണ്. അലി ഫാത്തിമ എന്ന രണ്ട് സമുദ്രങ്ങൾ ഒന്നായി തീർന്ന് അതിൽ നിന്ന് മാണിക്യവും പവിഴവുമായ ഹസനും ഹുസൈനും പുറപ്പെടുമെന്ന് ഖുർആൻ പ്രസ്താവിച്ച ഹുസൈനെ പച്ചയിൽ കൊന്ന് തല തെരുവിലൂടെ നടത്തിച്ച് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഖബർ രണ്ടിടത്തുണ്ടോ? ഉണ്ട്. ഉടനെ കർബലയിലും തല ഈജിപ്തിലും. റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിയുടെ തല ഈജിപ്തിൽ, ഉടലോ കർബലയിൽ, ഇറാഖിൽ. രണ്ട് ദേശങ്ങളിൽ, രണ്ട് രാജ്യങ്ങളിൽ ശരീരത്തിന്റെ പകുതി മറമാടിയിരിക്കുന്നു. എന്താ കാരണം? ഹുസൈൻ എന്ത് തെറ്റാ ചെയ്തത്? ഹുസൈൻ ചെയ്ത തെറ്റ് നീതിക്ക് വേണ്ടി ശബ്ദിച്ചു എന്നുള്ളതാണ്. ഹുസൈൻ മദീനയിൽ അടങ്ങിയിരുന്നാൽ മതിയായിരുന്നു. കൊട്ടാരം വേണോ കൊട്ടാരം, സൗകര്യങ്ങൾ വേണോ സൗകര്യം, പരിചാരകർ വേണോ പരിചാരകർ, എന്ത് വേണമെങ്കിലും കൊടുക്കാൻ യസീദ് തയ്യാറാണ്. മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. ഹുസൈൻ പറഞ്ഞു, കൊട്ടാരത്തിൽ വാഴാനല്ല ഞാൻ ജനിച്ചത്, എന്റെ ശരീരത്തിലൂടെ ഒഴുകുന്ന രക്തം പ്രവാചകന്റെ രക്തമാണ്, അതുകൊണ്ട് എനിക്ക് അനീതിയോട് രാജിയാവാൻ ആകില്ല എന്ന് പറഞ്ഞാണ് പുറപ്പെട്ടു പോയത്. എന്നിട്ടാണ് സമരം നടത്തിയത്. ഈ ഹുസൈനെയാണ് നമ്മൾ ഓർക്കേണ്ടത്. ആ ഹുസൈനെ ഓർക്കുന്നവർക്ക് മുആവിയയുടെ കൂടെ നിൽക്കാൻ കഴിയില്ല. ആ ഹുസൈനെ ഓർക്കുന്നവർക്ക് യസീദിന്റെ കൂടെ നിൽക്കാൻ കഴിയില്ല. കാരണം ആ ഹുസൈൻ
ഒരൊറ്റ വഴിയാണ്, നേർവഴിയാണ്, നേർരേഖയാണ്. അതിൽ രണ്ടാമത് ഒരു വഴിയെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അപ്പോൾ ഹുസൈൻ എന്നും നീതി ആഗ്രഹിക്കുന്നവരുടെ പ്രചോദനമാണ്. അത് സത്യമന്വേഷിക്കുന്ന ആളുകളുടെ വെളിച്ചമാണ്. ആ ഹുസൈനാണ് യഥാർത്ഥത്തിൽ ഈ മുഹറമിൽ ഓർക്കപ്പെടേണ്ടത്. നിങ്ങൾ നോക്കൂ, ഈ മുഹറമിൽ നിങ്ങൾ ഒരുപാട് ഖുതുബകൾ കേൾക്കും. ആ ഖുതുബകൾ ഏതാണെന്നറിയോ? ഫിർഔൻ മുങ്ങിപ്പോയ കഥ, മൂസ രക്ഷപ്പെട്ട കഥ, നൂഹ് നബിയുടെ കപ്പൽ തീരത്തണഞ്ഞ കഥ, ആദൻ നബി ഇറങ്ങി വന്ന കഥ. ഇതൊക്കെ മുഹറമിലാണ്. ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? ഇക്കഥ പറയാതിരിക്കാൻ. മുഹറം 9-നും 10-നും നിങ്ങളെ കൊണ്ട് നോമ്പെടുപ്പിക്കും. എന്തിനാണത്? മൂസാ നബി രക്ഷപ്പെട്ടതിന്റെ പേരിൽ ശുക്ർ. ആ നോമ്പെടുത്താൽ പിന്നെ ഈ കഥ പറയൂലല്ലോ. എന്നിട്ട് ആ നോമ്പിന്റെ ഉത്ഭവമൊക്കെ പറയും. അത് റസൂൽ മദീന തെരുവിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ജൂതന്മാര് നോമ്പെടുത്തത് കണ്ടു, എന്നിട്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്കും നോമ്പാണെന്ന് പറഞ്ഞ് ഇങ്ങനെ തെരുവിൽ നിന്ന് ചൊട്ടെടുക്കുന്നതാണോ ഇസ്ലാമിലെ ആചാരങ്ങളൊക്കെ? എന്നിട്ട് അപ്പൊ തന്നെ ഞാൻ നോമ്പ് ഇന്ന് അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അടുത്ത വർഷം നോമ്പ് 9-നും. 10 വർഷം മദീനയിൽ നിന്നിട്ട് റസൂലിന് അതുവരെ അത് അറിഞ്ഞില്ലേ? അവസാനത്തെ വർഷമാണോ റസൂൽ അത് അറിഞ്ഞത്? എന്താ ചിന്തിക്കാത്തത്? ഈ ബുഖാരിയും മുസ്ലിമും ഒക്കെ കള്ളക്കഥകൾ എഴുതുമ്പോൾ അല്പമെങ്കിലും ബുദ്ധി ഉപയോഗിക്കൂ നിങ്ങൾ. മദീന തെരുവിലൂടെ അവസാനത്തെ കൊല്ലം റസൂൽ ഇങ്ങനെ നടക്കുമ്പോൾ ചുട്ടെടുക്കുന്ന നോമ്പിനെ കുറിച്ച്, അതുവരെ എവിടെയും കാണാത്ത നോമ്പിനെ കുറിച്ച് റസൂൽ ഈ 10 കൊല്ലവും മദീനയിൽ ജീവിച്ചിട്ട് കേട്ടില്ലേ? അക്കൊല്ലം മാത്രം എങ്ങനെ ഉണ്ടായി? അടുത്ത വർഷമാകുമ്പോഴത്തേക്ക് റസൂൽ വഫാത്തായി പോയത്ര. ഇതിന്റെയൊക്കെ പിന്നിലുള്ള രാഷ്ട്രീയം നിങ്ങൾ ഓർക്കണം. ഇതുണ്ടാക്കിയത് പിന്നീടാണ്. കർബലയൊക്കെ കഴിഞ്ഞ് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഈ നോമ്പ് ഉണ്ടാക്കിയെടുക്കുന്നത്, ഈ കഥ പറഞ്ഞിട്ട്. റസൂലിന് അങ്ങനെ ഒരു മുഹറം 9-ഉം 10-ഒന്നും റസൂലിന് അറിയില്ല. മൂസാ നബി രക്ഷപ്പെട്ടു വന്നു എന്നുള്ള കഥ യഹൂദര് ചരിത്രത്തിൽ ഇന്നേ വരെ മുഹറം 10-ന് നോമ്പെടുത്തിട്ടില്ല. ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ യഹൂദർ എപ്പോഴെങ്കിലും മുഹറം 10-ന് നോമ്പെടുത്തു എന്ന് കാണിക്കാൻ പറ്റുമോ? ഇല്ലാത്ത കഥ എഴുതി വെച്ചത്. ഇവർ ഈ കഥ എഴുതി വെക്കുമ്പോൾ യഹൂദരുടെ കഥ നമ്മൾ പരിശോധിക്കുന്നവർ ആലോചിച്ചില്ല. ഞാൻ പറയുന്നത് നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ചിന്താശേഷിയെയും നമ്മുടെ ഗ്രാഹ്യതയെയും ഒക്കെ വെല്ലുവിളിച്ചിട്ടാണ് ഇവർ ഈ മതം ഉണ്ടാക്കിയത്. ഇന്ന് കാണുന്ന മതം അത് മുആവിയ ഉണ്ടാക്കിയ മതമാണ്. ആചാരങ്ങളൊക്കെയും അങ്ങനെ ഉണ്ടായതാണ്. ഇതിനാൽ മറക്കപ്പെടുന്നത് കർബലയാണ്. ഒരു സത്യത്തെ മറച്ചു വെക്കാൻ എത്ര അസത്യങ്ങളെയാണ് ഇവർ ഇതിന്റെ പിന്നാലെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ടുള്ളതെന്ന് അറിയാമോ? പക്ഷേ ആ അസത്യങ്ങളൊക്കെയും കീറി വലിച്ച് താഴെയിട്ട് ഈ മുഖംമൂടികൾക്കപ്പുറത്ത് ഒളിഞ്ഞു നിൽക്കുന്ന ഈ സത്യത്തിന്റെ പ്രകാശത്തെ നമ്മൾ കണ്ടെത്തണം. ഹർ കർബല കെ ബാദ് ഇസ്ലാം ജിന്ദാ ഹോത്താ. ഓരോ കർബലയ്ക്ക് ശേഷവും ഇസ്ലാം ഇങ്ങനെ തെളിഞ്ഞ് വരും. ആ തെളിഞ്ഞു വരുന്ന ഇസ്ലാമിനെ, തെളിഞ്ഞു വരുന്ന പ്രകാശത്തെ കാണാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അതിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ഈ മുഖംമൂടികളെ ഒക്കെ നമ്മൾ തിരിച്ചറിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സയ്യിദിൽ കൗനൈനി മഹ്ബൂബി റബ്ബിൽ മശ്രിഖൈനി വൽ മഗ്രിബൈൻ ഖാതമിൽ അംബിയാഇ സയ്യിദുൽ മുർസലീൻ മുറാദിൽ മുഷ്താഖീൻ മഹ്ബൂബിൽ ആശിഖീൻ ജദ്ദിൽ ഹസനി വൽ ഹുസൈൻ സാഹിബിൽ ഹറമൈനി വബ്നി ദബീഹൈൻ സയ്യിദിനാ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു അബ്ദുൽ മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി. പ്രിയമുള്ളവരെ, തഖ്വയുള്ളവരായിരിക്കണമെന്ന് ഒന്നുകൂടി ഉണർത്തുകയാണ്. കർബലയെക്കുറിച്ച് നമ്മൾ എല്ലാ ദിവസവും ഇവിടെ മുഹറം 1 മുതൽ 10 വരെ വൈകുന്നേരം ഒരു മജ്‌ലിസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും അവിടെ കർബലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രഭാഷണമായും ചർച്ചകളായും നടക്കുന്നുണ്ട്. ഇന്നും ഉണ്ടാകും, 10 വരെയുള്ള എല്ലാ ദിവസവും ഉണ്ടാകും. നമ്മളത് ചെയ്യുന്നത് എന്തോ ഒരു ചടങ്ങ് എന്നതുപോലെയല്ല, മറിച്ച് ഒരു സമരം എന്ന നിലക്കാണ്. ആരൊക്കെയോ വിസ്മൃതിയിലേക്ക് തള്ളാൻ ശ്രമിക്കുന്ന ഈ വെളിച്ചത്തെ തിരിച്ചു പിടിക്കാനുള്ള ഒരു സമരം എന്ന നിലക്ക്. നമുക്കറിയാം, കർബലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഷീയാക്കപ്പെടുന്നുണ്ട് എന്ന്. അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ 10 ദിവസങ്ങളിൽ അഹ്ലു ബൈത്തിനെ കുറിച്ച്, ഫാത്തിമ ബീവിയെക്കുറിച്ച്, ഫാത്തിമ ബീവിയെ കൊന്നതിനെ കുറിച്ച് ഒക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതെന്തിനാണ് പറയുന്നത്, ഇതെന്തിനാണ് ആവർത്തിക്കുന്നത്, നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് പറ്റുമെങ്കിൽ ഓരോ ശ്വാസത്തിലും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. കാരണം എല്ലാവരും പറയുന്നത് പറയാനല്ല,
മറച്ചു വെക്കുന്നത് പറയാനാണ് നമുക്കിഷ്ടം. അതിനാണ് ആർജവം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച, മറ്റന്നാളല്ല, 28-ാം തീയതി ഞായറാഴ്ച കൈരളിയിലെ വേദി, KSRTC സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റുള്ള വേദി എന്ന ഹാളിൽ വെച്ച് ഒരു കർബല അനുസ്മരണം നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് യമൻ കാരശ്ശേരി മാഷും ഡോക്ടർ PA കരീമും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ കർബലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെ ചർച്ച ചെയ്യും. കർബലയും ഗാന്ധിയും എന്ന വിഷയത്തെക്കുറിച്ച് കാരശ്ശേരി മാഷും, ഇഖ്ബാൽ കവിതകളിലെ കർബല എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ കരീമും ഒക്കെ ഇവിടെ സംസാരിക്കും. എല്ലാവരും പങ്കെടുക്കണം. കർബലയെക്കുറിച്ച് കേൾക്കുക എന്നത്, കർബലയെക്കുറിച്ച് പറയുക എന്നത് ഇക്കാലത്ത് നമുക്ക് നടത്താൻ പറ്റിയ ഏറ്റവും വലിയ സമരമാണ്. ഈ മുആവിയൻ മതത്തിന്റെ, വർഗീയതയുടെ, വിദ്വേഷത്തിന്റെ, തമസ്കരണത്തിന്റെ, അഗ്രസീവായ നിലപാടുകളുടെ ഈ മുആവിയൻ മതത്തിന്റെ കള്ളങ്ങളെ തുറന്നു കാണിക്കാൻ നമുക്ക് കർബലയോളം നല്ല ആയുധമില്ല, ഹുസൈനോളം നല്ല ഓർമ്മയുമില്ല. അതിനാൽ അന്നത്തെ പരിപാടിക്ക് നിങ്ങൾ എല്ലാവരും വരണം, സംബന്ധിക്കണം, കേൾക്കണം, ആലോചിക്കണം, പഠിക്കണം, ചിന്തിക്കണം. നമ്മുടെ തലച്ചോറിനെ ഗ്രസിച്ചിട്ടുള്ള ഈ മുആവിയൻ മതബോധത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ ഇതൊക്കെ തന്നെ വഴിയുള്ളൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹാജാത്ത് طيب ثراهم واجعل الجنة مأواهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم وآخر الدعاء الحمد لله.